എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 23/4/2025 നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 44/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി? ഓപ്ഷൻ എ ജഗ്ദീപ് ധൻകർ. ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ? ഓപ്ഷൻ സി ശതവാഹനന്മാർ. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി ശരി ഉത്തരം എഴുതുക. ഓപ്ഷൻ ബി. എ 3. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി 1498. ബി 4. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1602. സി 1. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു 1510. ഡി 2. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1664. താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. കുറിച്യ കലാപം, വേലുത്തമ്പിയുടെ കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം. ഓപ്ഷൻ ഡി. ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, വേലുത്തമ്പിയുടെ കലാപം, കുറിച്യ കലാപം. 3, 4, 2, 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക. ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി. പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി? ഓപ്ഷൻ എ അഗസ്റ്റസ് സീസർ. താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പമ്പ. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകമേത്? ഓപ്ഷൻ ബി രുദ്രസാഗർ തടാകം. സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമേതാണ്? ഓപ്ഷൻ ബി ഫ്രാൻസ്. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ സി ശിലാവൽക്കരണം. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ദേശീയപാത 1. ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 3. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2, 3. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975. ചുവടെ നൽകിയിട്ടുള്ളവയിൽ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി.
ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 2ഉം 3ഉം. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവധാതുക്കളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി ബി, സി, ഡി ശരി. കേന്ദ്ര സർക്കാർ 1976 42-ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 42-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി, ഡി ശരി. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി അനുച്ഛേദം 243 ഡി. താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. മൃഗസംരക്ഷണം, മായം ചേർക്കൽ, വിദേശ വ്യാപാരം, ലോട്ടറി, തൊഴിൽ സംഘടനകൾ, പൊതുജനാരോഗ്യം, വിവാഹവും വിവാഹമോചനവും. ഓപ്ഷൻ സി ബി, ഇ, ജി ശരി. മായം ചേർക്കൽ, തൊഴിൽ സംഘടനകൾ, വിവാഹവും വിവാഹമോചനവും. ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ ചേർത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കാനഡ. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ അയർലൻഡ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. 4-3-1-2. പ്രധാന കമ്മീഷനുകളും അതിൻ്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2, 4, 1, 3 ശരി. മണ്ഡൽ കമ്മീഷൻ, 2ാം പിന്നോക്ക കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക, ഷാ കമ്മീഷൻ, അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, കോത്താരി കമ്മീഷൻ, ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? ഓപ്ഷൻ ബി ഗ്രാൻവിൽ ആൻസ്റ്റൈൻ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. ഓപ്ഷൻ എ
ജ്ഞാനേഷ് കുമാർ. താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 3. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നതെവിടെ വെച്ച്? ഓപ്ഷൻ എ ബോൾഗാട്ടി. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ ബി 1, 2, 4. 1996 എ കെ ആൻ്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് സ്ത്രീ ശക്തി. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 3. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ ബി സെറം. മനുഷ്യരിൽ മാംസ്യത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏത്? ഓപ്ഷൻ ഡി ട്രിപ്സിൻ. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ഓപ്ഷൻ എ ജീവകം B2. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി മലമ്പനി. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്ധ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ജാർഖണ്ഡ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്കയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ഡൽഹി. ഒരു വസ്തുവിൻ്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിൻ്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ദ്രവ്യവുമായി ബന്ധമില്ല. 60 ഡിഗ്രി കോണിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിൻ്റെ ഗതികോർജം എന്തായിരിക്കും? ഓപ്ഷൻ ബി E/4. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാവുന്നത്? ഓപ്ഷൻ എ 10 കിലോഗ്രാം. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി ഗഗൻയാൻ. താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി 1, 2, 3. ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിൻ്റെ വിവിധ ഐസോട്ടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ആണ്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി A2 ജർമ്മൻ സിൽവർ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. B4 മിഷ് മെറ്റൽ, ലാന്തനൈഡുകളുടെ സങ്കരം. C1 ചാൽക്കോജനുകൾ, ഗ്രൂപ്പ് 16 മൂലകങ്ങൾ. D3 ഹാലോജനുകൾ, ഗ്രൂപ്പ് 17 മൂലകങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 2 മാത്രം.
pH പേപ്പർ ഉപയോഗിച്ച് 1:14 പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ 1, 3. മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങൾ ഉണ്ട്. ആറ്റോമിക് നമ്പർ 118 മൂലകത്തിൻ്റെ പേര് ഓർഗാനസൻ എന്നാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1900 ഒക്ടോബർ 1 പറവൂർ താലൂക്കിൽ ജനിച്ചു. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈതാശ്രമം അധ്യാപകനായിരുന്നു. 1959 ബാലസാഹിത്യ ശില്പശാലയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു. ദക്ഷിണ ഭാഷ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിൻ്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി എ സി. MT വാസുദേവൻ നായരെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി എ ബി ഡി. മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങൾ ആണ്. രണ്ടായിരത്തി 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏറ്റവും കൂടിയ റൺസ് നേടിയ റഹ്മാനുള്ള ഗുർബാസ് പാകിസ്ഥാൻ താരമാണ്. റൺവേട്ടയിൽ 3-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങളുണ്ടായിരുന്നു. തെറ്റായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ABC. രണ്ടായിരത്തി 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാളം സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമ മലയാളം ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളയ്ക്ക. മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്. 2022 വിൻ്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒളിമ്പിക്സിൻ്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ആതിഥേയരായ ചൈന 3-ാം സ്ഥാനമാണ് നേടിയത്. തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി മാത്രം. അടുത്തതായി മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 51 ഓപ്ഷൻ എ 0.0002. 52 ഓപ്ഷൻ സി 2500 രൂപ. 53 ഓപ്ഷൻ സി 49. 54 ഓപ്ഷൻ എ 11 സെൻറ്റിമീറ്റർ. 55 ഓപ്ഷൻ ബി 10 ദിവസം. 56 ഓപ്ഷൻ ബി 524. 57 ഓപ്ഷൻ സി 102. 58 ഓപ്ഷൻ എ 676. 59 ഓപ്ഷൻ ഡി 45 മീറ്റർ. 60 ഓപ്ഷൻ എ തിങ്കളാഴ്ച. അടുത്തതായി ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെൻറ്റ് ടുഡേ. ഓപ്ഷൻ ബി ഈസ്. ഐ ആം എ പോലീസ്മാൻ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ ഡി ആറിൻറ്റ് ഐ. ഇറ്റ്സ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. ഓപ്ഷൻ സി stopped. If you start early, you dash reach in time. Option A will. Let's not yield dash temptation. Option C 2.
All the assignments should be submitted on time. Dash, they will not be evaluated. Option B, otherwise. You had better dash that music down before your dad gets angry. Option D, turn. She takes after her father. The phrasal verb takes after in the given sentence means option A, resembles. I write dash every day. Option B, diary is the right answer. The synonym for cease is option D, stop. അടുത്തായി മലയാളം ചോദ്യങ്ങൾ. പരിഭാഷപ്പെടുത്തുക പ്രസൻസ് ഓഫ് മൈൻഡ്. ഓപ്ഷൻ ബി, മനസാന്നിധ്യം. ഒറ്റപ്പദമാക്കുക ജനകൻ്റെ മകൾ. ഓപ്ഷൻ ഡി, ജാനകി. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയമെന്ത്? ഓപ്ഷൻ സി, തയ്യാറാവുക. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ, യഥേഷ്ടം. താഴെ പറയുന്നതിൽ കാറ്റിൻ്റെ പര്യായമായ പദം അല്ലാത്തത്? ഓപ്ഷൻ ബി, അനലൻ. ചേർത്തെഴുതുക സത് പ്ലസ് ജനം. ഓപ്ഷൻ ഡി, സജ്ജനം. വിപരീത പദം എഴുതുക ഉഗ്രം. ഓപ്ഷൻ ബി, ശാന്തം. പിരിച്ചെഴുതുക നെന്മണി. ഓപ്ഷൻ എ, നെൽ പ്ലസ് മണി. കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം ഏത്? ഓപ്ഷൻ ഡി, അലിംഗ ബഹുവചനം. സ്ത്രീലിംഗ പദം എഴുതുക ലേഖകൻ. ഓപ്ഷൻ സി, ലേഖിക. അടുത്ത ചോദ്യം. ഇവയിലെ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത്? ഓപ്ഷൻ എ, തടി ഉൽപ്പാദനം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി, ടൈഗ വനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. കാരണം? ഓപ്ഷൻ ബി, സമ്പന്നമായ ജൈവവൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗങ്ങളും. ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ സി, ICFRE. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനിപ്പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത്? ഓപ്ഷൻ ബി, കാർബൺ സംഗ്രഹണം. താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങൾ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഉൾപ്പെടാത്ത വിഭാഗമേത്? ഓപ്ഷൻ സി, റിസർവ് ഫോറസ്റ്റ്. MABയുടെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ ബി, മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏത്? ഓപ്ഷൻ സി, നീലഗിരി മാർട്ടിൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല? ഓപ്ഷൻ ബി, ഇടുക്കി. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം? ഓപ്ഷൻ സി, 2012. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടിക റെഡ് ലിസ്റ്റിൽ ഏഷ്യൻ ആനയുടെ വിഭാഗമേത്? ഓപ്ഷൻ എ, എൻഡേഞ്ചേർഡ് അപകടാവസ്ഥ. ഇന്ത്യയിൽ എത്ര റാംസാർ പ്രദേശങ്ങളുണ്ട്? ഓപ്ഷൻ സി, 89. വന്യജീവി സംരക്ഷണ നിയമം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനെയും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ, ചാപ്റ്റർ 6. ഇന്ത്യൻ വനനിയമം ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 ഡാഷ് ചാപ്റ്ററുകളും ഡാഷ് സെക്ഷനുകളും ഉണ്ട്?
ഓപ്ഷൻ ബി 13 ചാപ്റ്ററുകളും 96 സെക്ഷൻസും. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 1980. പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2013. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2, 3, 4. സംരക്ഷിത വനവിജ്ഞാനത്തെപ്പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വനനിയമം 1927 ചാപ്റ്റർ 2 സെക്ഷൻ 3 ആണ്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നിരോധിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നത് വനസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2 ആണ്. ഗ്രാമവന വിജ്ഞാനത്തെപ്പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വനനിയമം 1927 ചാപ്റ്റർ 3 സെക്ഷൻ 28 ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവരസാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ? ഓപ്ഷൻ ഡി 5 വർഷം 10 ലക്ഷം. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം? ഓപ്ഷൻ എ സൈബർ ടാമ്പറിംഗ്. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.